ഇത് എന്റെ കയ്യിൽ കെട്ടാൻ ഗുരുജി ജപിച്ചെന്ന മന്ത്രച്ചരടാ. ഇത് തൽക്കാലം സച്ചിയുടെ കയ്യിൽ കെട്ടുന്നതാ നല്ലത്. ഇല്ലെങ്കിൽ ഇനിയും വരും ഇതുപോലുള്ള ശത്രുക്കള്. കൈ നീട്ട്, ഞാൻ കെട്ടിത്തരാം. നീട്ട്. അമ്മ വിഷമിക്കണ്ട. ട്രീറ്റ്മെന്റ് തീരാൻ ഇനിയും ദിവസങ്ങൾ ബാക്കിയുണ്ടല്ലോ. ഇങ്ങനെ പറഞ്ഞു പറഞ്ഞ് ഇത്രയും ദിവസമായി ഇതുവരെ ഒന്നും നടന്നില്ല. ഞാനിവിടെ തീ പിടിച്ചു നിൽക്കുക. മോളെ, അമ്മയ്ക്ക് വേറെ ആരോടും പറയാനില്ല. എങ്ങനെയെങ്കിലും മോള് ഈ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം. കിടന്ന് പിടയ്ക്കാതെ തള്ളേ. നിങ്ങളെക്കാൾ കൂടുതൽ തീ പിടിച്ച് വെന്ത് നിൽക്കുന്നത് ഞാനാ. ആക്സിഡന്റ് അവൾ ഓർത്തു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം അതിന് പിന്നിലേക്കുള്ളതെല്ലാം അവൾ ഓർക്കാൻ പോകുന്നു എന്നാണ്. അങ്ങനെ വന്നാ അവൾ ആദ്യം തീർക്കാൻ ശ്രമിക്കുന്നത് എന്നെ തന്നെയായിരിക്കും. മോളെന്താ ആലോചിക്കുന്നേ? എന്തെങ്കിലും ഒന്ന് പറ മോളെ. അമ്മയുടെ വെപ്രാളവും ടെൻഷനും എനിക്കറിയാം. ഗോകുലിന്റെയും കുഞ്ഞിന്റെയും ജീവിതം നഷ്ടപ്പെടുന്നതിൽ എനിക്കും വിഷമമുണ്ട്. ആ കുടുംബത്തിലെ ഒരു അംഗത്തെ പോലെയാ അമ്മ എന്നെ സ്നേഹിച്ചത്. ആ കടം ഞാൻ തിരിച്ചു വീട്ടുക തന്നെ ചെയ്യും. അമ്മ ധൈര്യമായിട്ടിരിക്കെ. എനിക്ക് ജീവനുണ്ടെങ്കിൽ പഴയ ഓർമ്മകൾ തിരിച്ചു പിടിച്ച് അവൾ ഈ ആശ്രമം വിടില്ല. എന്താ കൊട്ടേഷനാണോ? അല്ല, ചെറിയൊരു പേടിപ്പിക്കല. ഈ സച്ചി ഇത് എവിടെ പോയി കിടക്കുന്നു? ഇത്ര നേരം കൊണ്ട് വിളിക്കുവാ ഞാൻ. എന്താ സച്ചി ഇത്? ഇതെന്ത് പറ്റിയതാ?
സച്ചിൻ നെറ്റി മുറിഞ്ഞത് എങ്ങനെയാന്ന്. ഏയ് ഒന്നുമില്ല. വക്കീൽ വാ, നമുക്ക് പോവാം. സച്ചി അപ്പോ സച്ചിക്ക് എന്തെങ്കിലും സംഭവിച്ചാ ഞാനത് അറിയണ്ടെന്നാണോ? അങ്ങനെയാണെങ്കിൽ പറയണ്ട. ഏയ് അങ്ങനൊന്നും അല്ല. അത് പറഞ്ഞുകൊണ്ട് പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. സച്ചിയുടെ നെറ്റിയിൽ ഈ മുറിവ് ഇങ്ങനെ ഇരിക്കുന്നത് കാണുമ്പോ എനിക്ക് എന്തെങ്കിലും സമാധാനം ഉണ്ടാവോ? ഞാൻ വിളിച്ചിട്ടല്ലേ സച്ചി ഇങ്ങോട്ട് വന്നത്. അതിനിടയിൽ എന്തെങ്കിലും പറ്റിയാ അതെന്താണെന്ന് ചോദിക്കാനുള്ള സ്വാതന്ത്ര്യം പോലും എനിക്കില്ലേ? ഇല്ലെന്ന് തോന്നുന്നെങ്കിൽ അതെന്നോട് പറയണ്ട. ഏയ് ഇത് അത്രയ്ക്ക് വലിയ മുറിവൊന്നും അല്ല. അടി ബഹളം നടക്കുന്നതിനിടയിൽ എവിടെ വീണതാ. എന്താ അടിയും ബഹളോ? ആ എന്റെ ദൈവമേ, എന്താ ഉണ്ടായത്? ഒന്ന് പറ സച്ചി. വക്കീൽ ഇങ്ങനെ ബഹളം വെക്കണ്ട, ഞാൻ പറയാം. എന്താ കൊട്ടേഷനാണോ? അല്ല, ചെറിയൊരു പേടിപ്പിക്കല. ഇത് സാരമില്ല, നമുക്ക് പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഹോസ്പിറ്റലിൽ കാണിക്കാം. എനിക്കിത് കേട്ടിട്ട് എന്നെ പേടിയാവുന്നു. എന്തൊക്കെയായി നടക്കുന്നേ? അല്ല, ആരാ അവരൊക്കെ? എന്തിനാ അവരൊക്കെ ഇങ്ങനെ സച്ചിയുടെ പിന്നാലെ വരുന്നേ? സച്ചി സൂക്ഷിക്കണം. ഏയ് അങ്ങനെ പേടിച്ചിട്ട് കാര്യമൊന്നുമില്ല. വരുന്നതിനൊക്കെ നേരിട്ടേ പറ്റൂ. സച്ചിയോട് വളരെ സൂക്ഷിക്കണമെന്ന് ഗുരുജി പറഞ്ഞത്. ആരൊക്കെയോ ശത്രുക്കൾ സച്ചിയുടെ ചുറ്റിനും ഉണ്ട്. സച്ചിയെ കൈ ഒന്ന് നീട്ട്. എന്തിനാ? കൈ നീട്ടാൻ പറഞ്ഞ അത് ചെയ്താ മതി. എന്തിനാണെന്ന് ചോദിക്കണ്ട. എന്തിനാ ഇത്? ഇത് എന്റെ കയ്യിൽ കെട്ടാൻ ഗുരുജി ജപിച്ചെന്ന മന്ത്രച്ചരടാ. ഇത് തൽക്കാലം സച്ചിയുടെ കയ്യിൽ കെട്ടുന്നതാ നല്ലത്. ഇല്ലെങ്കിൽ ഇനിയും വരും ഇതുപോലുള്ള ശത്രുക്കള്. കൈ നീട്ട്, ഞാൻ കെട്ടിത്തരാം. നീട്ട്. അപ്പോ ഇത് കിട്ടിയ ശത്രുക്കൾ വരില്ലെന്നാണോ? കളിയാക്കരുത് കേട്ടോ. ഇത് കെട്ടിയാലൊന്നും ശത്രുക്കൾ വരാതിരിക്കില്ല. കയ്യിലിരിപ്പ് അതാണല്ലോ. പക്ഷെ എത്ര ശത്രുക്കൾ വന്നാലും സച്ചിക്കൊന്നും സംഭവിക്കില്ല, അതെനിക്ക് ഉറപ്പാ. ഗുരുജി പൂജിച്ച ഈ മന്ത്രച്ചരടിലുള്ള രക്ഷ ഏത് അപകടത്തിൽ നിന്നും നമ്മളെ രക്ഷിക്കും. താൻ പേടിക്കണ്ട, ഞാൻ അങ്ങനൊന്നും ചാവത്തില്ല. ഒരെണ്ണം വെച്ച് തന്നാലുണ്ടല്ലോ, നോക്കെടുത്ത് ആവശ്യമില്ലാത്ത വർത്താനം പറയും. സച്ചിക്ക് എന്തെങ്കിലും പറ്റി ആർക്കും ഒരു വിഷമവും ഇല്ലെന്നാണോ? മനുഷ്യന്റെ ചങ്കി കൊള്ളുന്ന വർത്താനം പറയല്ലേ. എന്തു പറഞ്ഞാലും കളിയും തമാശയും. ഇത് കെട്ടിത്തന്ന എന്നെ വേണം തല്ലാൻ. അല്ലെങ്കിലും ഇതൊക്കെ പറയാൻ ഞാനാരാ? എനിക്കെന്താ അവകാശം? വക്കീൽ എന്തിനാ ഇങ്ങനെ എഴുതപ്പുറം വായിക്കുന്നേ? വക്കീലിന്റെ ടെൻഷൻ എനിക്കറിയാം. ഞാൻ പറഞ്ഞതെങ്കിൽ തിരിച്ചെടുത്തേക്കുന്നു പോരെ? വക്കീലെ ഒന്ന് ചിരിക്കേ.